ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തക്കാളി കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ചട്നി റെസിപ്പിയാണ്. ഇത് നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കോമ്പിനേഷനായ ചട്നിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ്, നാടൻ തക്കാളിയാണ് എടുത്തിട്ട് കൂടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. അത് ഞാൻ ഇതുപോലെ മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ എടുത്തിരിക്കുന്നത് സവോളയും വെളുത്തുള്ളിയും മുളകും കറിവേപ്പിലയാണ്. അപ്പോൾ സവോളയാണെങ്കിൽ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി വേണേൽ അതെടുക്കാം. ഇപ്പോൾ ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ട് ഞാനിപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അത് നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ, ആ രീതിയിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സവോള അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോള വഴറ്റാൻ വെക്കാം. സാധാരണ സവോള നമ്മൾ മറ്റു കറികൾക്കൊക്കെ വഴറ്റുന്ന അത്ര പോലെ ബ്രൗണൊന്നും ആയി വരണമെന്നില്ല. കുറച്ച് നേരം ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് മറ്റ് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ സവോളയ്ക്ക് വരെ നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു 10 എണ്ണമെങ്കിലും എടുക്കണമായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് പിന്നെ അതിനകത്തോട്ട് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ വെളുത്തുള്ളി, അതൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ ഒരു എരിവിനനുസരിച്ചാണ്, ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി എരിവ് വേണം അല്ലെങ്കിൽ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇപ്പം ഇത് എൻ്റെ ആവശ്യത്തിന് എരിവുള്ളൊരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതിനെ ഇട്ടിട്ട് 1 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ മറ്റേ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ ഇതിനകത്ത് ഇതുപോലെ മുറിച്ച് വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നുള്ളത്. അതാണ് മെയിനായിട്ട് ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സാധാരണ ഇതിനേക്കാളും കുറച്ചും കൂടി വേറെ രീതിയിലൊരു ടേസ്റ്റാണ് വരണത്. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ റെഡിയാകും. ഇനി മറ്റേ സൈഡും കൂടി ഇതുപോലെ 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കണം. അപ്പോൾ അതേ 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മറ്റേ ഇതുപോലെ സ്കിന്ന് കണ്ട് ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. അല്ല ഇനി കുറച്ച് കൂടി റെഡി ആവുകൊണ്ട് ഒരു മിനിറ്റും കൂടി നേരം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയുടെ സ്കിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. മറ്റു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കത് മാറ്റാൻ പറ്റുന്നുണ്ടാവത്തില്ല. അപ്പോൾ ഈ രീതിയിൽ കണ്ടോ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തക്കാളിയുടെ സ്കിൻ ഇങ്ങോട്ട് പോരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളതൊന്നും ചേർക്കാതെ എടുക്കുന്ന സമയത്ത് നല്ല രുചി ഉണ്ടാവും ഇതിന്. അതിന് വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഫോർക്ക് വെച്ചിട്ട് മൊത്തം അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. കാരണം നമ്മൾ കൈ പൊള്ളുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇപ്പോൾ തക്കാളിയുടെ സ്കിന്നെല്ലാം നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടിയൊക്കെ തക്കാളി ഒന്ന് വഴന്നുകൊണ്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തത് കുറച്ചും കൂടി നേരം ഒന്ന് തീ ഓൺ ചെയ്ത് വെച്ചിട്ട് 1-2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ച് കൊടുത്തിട്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിനെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇതിനെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനെ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ തക്കാളി ചട്നിക്ക് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു. കാരണം ഇതിനകത്തെ ഒരു എന്താ പറയുക നല്ല നാടൻ തക്കാളിയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അതൊരു പുളിയും അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ സമയത്ത് അരച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോണ്ട് ചെക്ക് ചെയ്യാം കേട്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വളരെ നന്നായിട്ട് കണ്ടോ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഈ ചട്നി കൊണ്ട് നമുക്ക് സാധാരണ ചോറിനും അതുപോലെ തന്നെ ഇഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ചട്നി തന്നെയാണിത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കൊന്ന് കടുക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചീനിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് കടുകും കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും 1-2 മുളകിന് മുറിച്ചിട്ട് കറിവേപ്പിലും ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുന്ന രീതിയിൽ തന്നെ കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഒരു നുള്ളു കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കോമ്പിനേഷനാണ്. അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ അല്ലാതുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ താളിച്ച് വെച്ചത് അതിനകത്തോട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. നമ്മുടെ ഓപ്ഷൻ പോലെയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇത് മിക്സ് എടുത്തിട്ടുണ്ട്. ഭയങ്കര രുചിയായിട്ടുള്ളൊരു ചട്നിയാണ്.
അപ്പം നമ്മൾ സാധാരണ തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് എന്ന് പറയാൻ നമ്മൾ ആ സ്കിന്നെ കൂടി മാറ്റി ആ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഉള്ളത്. ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. പിന്നെ ചിലരൊക്കെ ജീരകം ചേർക്കും. ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക. അപ്പോൾ എനിക്ക് അത്ര ആ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ചേർക്കുക. പുളി കുറവാണെങ്കിൽ ഇച്ചിരി നാരങ്ങാനീരും കൂടി അതിനകത്തോട്ട് വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തക്കാളി ചട്നി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.